കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി ദൈവാനുഗ്രഹങ്ങൾ സമത്വമായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക്, സ്വർഗീയ സംഗീതത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, ദൈവവചനം നൽകുന്ന ഒരു വലിയ ദൈവിക സന്ദേശമാണ്. നാം ഈ ലോകത്തിൽ എന്തിനൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നോ അവിടെയൊക്കെ ദൈവാനുഗ്രഹം കടന്നു വരും എന്നുള്ളത്. എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തെയോ നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് അനുകൂലമായിട്ട് മാറും, നമുക്ക് ആനന്ദത്തിനും സന്തോഷത്തിനുള്ള കാരണമായിട്ട് മാറും. ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി, ആ വ്യക്തി ജീവിക്കുന്ന മണ്ണ്, ആ വ്യക്തി ജീവിക്കുന്ന ഇടം, ആ വ്യക്തിയുടെ ദൈവാരാധന, ആ വ്യക്തിയുടെ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും അത് ആ ജീവിക്കുന്ന ഇടത്തെ പോലും, ഭൂമിയെ പോലും സ്പർശിക്കുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനമാണ് കേട്ടത് പറഞ്ഞു തരിക. നാം കാണുന്നു ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ പാപം ചെയ്ത ആദത്തോട് ദൈവം നൽകുന്ന ശിക്ഷയിൽ, ദൈവത്തിൻ്റെ ശിക്ഷാവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: നിന്റെ പാപം മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് മാറും. എന്താ വചനം പറയാണ്? ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിത്തീരും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും, അത് മുള്ളും മുൾച്ചെടിയും നിനക്കായി മുളപ്പിക്കും. നോക്കിക്കേ, വചനം കൃത്യമായിട്ടാ പറയുന്നേ. ആദത്തിന്റെ പാപം മൂലം വചനം പറയുക, അവന്റെ മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് മാറി. ഇനി ഓർക്കണേ, ഈ ദൈവത്തിന്റെ വചനം ഇത് പറയുമ്പോൾ ആ സമയത്ത് മനുഷ്യന്റെ അധ്വാനം എന്ന് പറഞ്ഞത് മണ്ണിൽ മാത്രമാണ്. ഇന്നത്തെ പോലെ മറ്റു ജോലികളൊന്നുമില്ല. അപ്പൊ എന്ന് പറയുമ്പോൾ എന്താ വചനത്തിന്റെ അർത്ഥം? വചനത്തിന്റെ അർത്ഥം ഇതാണ്: നിന്റെ ദൈവാരാധന അല്ലെങ്കിൽ നിന്റെ പാപം അത് നിന്റെ അധ്വാന മേഖലയെയും സ്വാധീനിക്കുന്നതാണ്. അപ്പൊ നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, അല്ല നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫലം നമ്മുടെ അധ്വാന മേഖലയിൽ ഉണ്ടാകും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുക. അധ്വാനിക്കുമ്പോൾ നല്ല ഫലം ഉണ്ടാകേണ്ടത്, പാപത്തിന്റെ ശാപം മൂലം അധ്വാനിക്കുമ്പോൾ മണ്ണ് ശപിക്കപ്പെട്ടതായതുകൊണ്ട് മുള്ളും മുൾച്ചെടിയേ ഉണ്ടാവുകയുള്ളൂ. വചനം പറയാ, കഠിനമായിട്ട് നീ ഓർക്കാന്ന് അധ്വാനിക്കും, പക്ഷെ മണ്ണ് നിനക്ക് മുള്ളും മുൾച്ചെടിയെ തരുള്ളൂ, നല്ല ഫലം തരില്ല. ദൈവത്തിന്റെ വചന പറയുന്നത്. ഇനി വീണ്ടും ഒന്ന് നോക്കിക്കേ, പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയാണ്: നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിന്റെ ദൈവാരാധന നിന്റെ അധ്വാന മേഖലയിൽ അനുഗ്രഹമായിട്ട് മാറും. ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനി ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അതിനിടയിൽ പറയുന്ന വാഗ്ദാനത്തിന്റെ ഒരു തലമാണ് ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവില്ല. ഈ വന്ധ്യത എന്ന് പറയുമ്പോൾ അത് ഉദരഫലത്തെ മാത്രമല്ല ഉദ്ദേശിക്കുക, മറിച്ച് ഫലത്തെയാണ് ഉദ്ദേശിക്കുക. പ്രിയപ്പെട്ടവരെ, പഴമക്കാർ ചിലപ്പോൾ പറയും, ഒരു ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ആ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ ഒരു ഫലവും ഇല്ലെങ്കിൽ ഇപ്രകാരം പറയും, അത് വന്ധ്യയായ ഭൂമിയാ എന്ന് പറഞ്ഞ ഫലമില്ലാത്ത ഭൂമി. എന്ന് പറഞ്ഞ ദൈവാരാധനയുണ്ടെങ്കിൽ ഫലം ഉണ്ടാവും, ദൈവാരാധനയുണ്ടെങ്കിൽ സമൃദ്ധി ഉണ്ടാവും. അതാണ് ദൈവത്തിന്റെ വചനം പറയുക. എന്ന് പറഞ്ഞ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കി തരുവാണ്. ഒരു വലിയ സ്വർഗീയ രഹസ്യമാണ് പറഞ്ഞു തരിക. നമ്മുടെ ദൈവാരാധന അല്ലെങ്കിൽ ആരാധന ഇല്ലായ്മ അത് നാം വസിക്കുന്ന ഭൂമിയെ പോലും സ്വാധീനിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ താമസിക്കുന്ന, നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഇതാ മറ്റൊരു വചനഭാഗം, അത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ പുസ്തകം എന്നല്ല അറിയപ്പെടുക. അപ്പൊ പ്രാർത്ഥനാ പുസ്തക സങ്കീർത്തനത്തിൽ ഇതാ ദൈവവചനം പറയുകയാണ്. 148-ാം സങ്കീർത്തനം വചനപ്രകാരമാണ്: ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. ആകാശത്തിന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഭൂമിക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആകാശത്തെ പ്രതി, ഭൂമിയെ പ്രതി നമ്മൾ കർത്താവിനെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗാനത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാണ്. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാം താമസിക്കുന്ന ഭൂമിയെ, നമ്മുടെ ഈ ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ, പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. നമ്മുടെ ദൈവാരാധന വഴിയായിട്ട്
നാം താമസിക്കുന്ന ഈ ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ. ആനന്ദത്തോടെ സന്തോഷത്തോടെ ചേർന്ന് പാടി സ്തുതിക്കാം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. പാടിക്കേ സന്തോഷത്തോടെ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് സൃഷ്ടികളെ സ്തുതി പാടുവിൻ, ആനന്ദത്തോടെ പാടി നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഈ പ്രപഞ്ചത്തെയോത്ത് കർത്താവിനെ ആനന്ദിച്ച്, കർത്താവിനെ സ്തുതിച്ച് ചേർന്ന് പാടിക്ക്. എല്ലാ അധരങ്ങളും എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എന്താണ് ആകാശത്തെ പ്രതിനിധാനം ചെയ്യുക? ആകാശത്ത് മാലാഖമാരുണ്ട്. നമ്മുടെ കർത്താവായ ഈശോ ജനിക്കാൻ നേരത്ത് ആകാശത്ത് മാലാഖമാര് കർത്താവിനെ സ്തുതിച്ചു എന്നാണല്ലോ വചനത്തിൽ നാം കാണുക. അങ്ങനെയെങ്കിൽ ആകാശത്തുള്ള മാലാഖമാര് കർത്താവിനെ സ്തുതിക്കുന്നു. ആകാശത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുന്നു. വാനിടമേ ദൈവദൂതന്മാരെ നാഥനെ വാഴ്ത്തുവിൻ. വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആനന്ദത്തോടെ പാടി വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. അവേ വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ പാടിക്കേ സ്തുതിച്ചേ. സ്തുതികളെ സ്തുതി പാടുവിൻ, എല്ലാ നാവുകളും നാഥനെ പാടട്ടെ. വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വിശ്വസിക്കുക, നീ കർത്താവിനെ സ്തുതിക്കുമ്പോ സർവ്വ സൃഷ്ടികളെയും ജീവജാലങ്ങളെയും മുന്നിൽ വെച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോ നിന്നിലേക്കും നീ ആയിരിക്കുന്ന ആ ഇടങ്ങളിലേക്ക്, നീ വസിക്കുന്ന ഭവനത്തിലേക്ക്, നീ അധ്വാനിക്കുന്ന ഭൂമിയിലേക്ക്, നിന്റെ ജോലി മേഖലയിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരിക. നമ്മൾ ആയിരിക്കുന്ന ഈ സൃഷ്ടപവിധം മുഴുവൻ സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒന്നോടെ ചേർന്ന് സ്തുതിച്ചു പാടിക്കേ. സൃഷ്ടികളെ സ്തുതിക്കുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. അടുത്ത വരികളിൽ നാം ചേർന്ന് പാടണം. ഉന്നത ശക്തികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എന്താണ് ഉന്നത ശക്തികള്? സ്വർഗത്തിന്റെ ശക്തി.
സ്വർഗത്തിന്റെ ശക്തി നാം കാണുന്നല്ലോ. ഇതാ വെളിപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ വചനപ്രകാരം പറയാണ്, സ്വർഗീയ സിംഹാസനത്തിരിക്കുന്നവരൊക്കെ കർത്താവിനെ ചേർന്ന് സ്തുതിക്കുവാണ്. ഇടിമുഴക്കത്തിന്റെ പെരുവെള്ള ചാട്ടത്തിന്റെ നാദം പോലെ വലിയ സ്വരത്തിൽ അവരെല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. അങ്ങനെയെങ്കിൽ അവരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചേർന്ന് പാടുന്നു, ഉന്നത ശക്തികളെ നാഥനെ വാഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ വരും നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ വിൺ പനിമതിയെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ വരും നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ വിൺ പനിമതിയെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ വരും നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ വിൺ പനിമതിയെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. പാടിക്കേ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ ചെന്ന് പാടി. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഗാനത്തിന്റെ അടുത്ത വരികൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയ ചില ശക്തികളെ കുറിച്ച് പറയുക. തീ, ചൂട്, ശക്തിയും. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. തീ നമുക്ക് വേണം, ചൂട് നമുക്ക് വേണം, ഒപ്പം തന്നെ തണുപ്പ്, ശക്തിയും നമുക്ക് വേണം. ചിലപ്പോഴൊക്കെ ഇത് നമുക്ക് ഹാനികരവുമായിട്ട് മാറിയേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഓർക്കുക, ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം ഇപ്രകാരം മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ദൈവം ഒരുക്കിയ സംവിധാനങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ ചില ശക്തികളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കുമ്പോൾ നാം ഓർക്കണം, ഇവയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരണം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് വരാം. അതിശൈത്യം ഒരു പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടുവരാം. തീ ചിലപ്പോൾ നമ്മുടെ മരണ കാരണമായിട്ട് മാറിയേക്കാം. അപ്പം തന്നെ അമിതമായിട്ടുള്ള ചൂട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായേക്കാം. അങ്ങനെയെങ്കിൽ ഈ ശക്തികളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ചവൻ, ഇതിൻ്റെ മേൽ അധികാരമുള്ളവൻ, ഈ പറഞ്ഞ പ്രപഞ്ചത്തിലെ സംവിധാനമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ഒരുക്കും. വിശ്വാസത്തോടെ ചേർന്ന് പാടിക്കേ. തീയും ചൂടും ശൈത്യവുമേ നാഥനെ വാഴ്ത്തിടുവിൻ. ഹിമകണമേ കാർമേഘവുമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. തീയും ചൂടും ശൈത്യവുമേ നാഥനെ വാഴ്ത്തിടുവിൻ. ഹിമകണമേ കാർമേഘവുമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ തീയും ചൂടും ശൈത്യവുമേ നാഥനെ വാഴ്ത്തിടുവിൻ. ഹിമകണമേ കാർമേഘവുമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. കാവായ ദൈവത്തെ ആരാധിച്ച് സ്ത്രീകളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ പാടി. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാ നാവുകളും പാടട്ടെ, സ്തുതിക്കട്ടെ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന്റെ വലിയ കരുതലാണ്. ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ സുഗമമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ദൈവം എത്ര കരുതലോടുകൂടിയ ഈ പ്രപഞ്ചത്തെ ഒരുക്കിയിരിക്കുന്നേ. നമുക്ക് കിടന്നുറങ്ങാൻ കർത്താവ് രാത്രിയെ സൃഷ്ടിച്ചു. നമുക്ക് അധ്വാനിക്കാൻ, വഴി നടക്കാൻ കർത്താവ് പകലിനെ സൃഷ്ടിച്ചു. ആലോചിച്ച് നോക്കിക്കേ, രാത്രിയില്ല എങ്കിൽ, വിശ്രമിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹനീയമാകുവാനും. ഇനി എപ്പോഴും ഇരുട്ട് തന്നെയാണെങ്കിലോ, പകലില്ലെങ്കിലോ, അപ്പോഴും നമ്മുടെ ജീവിതം ദുസ്സഹനീയമാകുവാനും. അപ്പൊ നോക്കി, കർത്താവ് ക്രമമായിട്ട് വേണ്ട വണ്ണം
നമ്മുടെ ജീവിതത്തിന് വേണ്ട വണ്ണം ഈ പ്രപഞ്ചത്തെ ഒരുക്കിയിരിക്കുക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വലിയ കരുതലാണ്, നമ്മളെക്കുറിച്ചുള്ള വലിയ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരുക്കിയ സംവിധാനങ്ങളൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് ചെന്ന് പാടിക്കേ. ഇരുളും പ്രഭയും രാപ്പകലും നാഥനെ വാഴ്ത്തിടുവിൻ. ഇരുളും പ്രഭയും രാപ്പകലും നാഥനെ വാഴ്ത്തിടുവിൻ. ഇടിയും മിന്നൽ പിണരുകളും നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. ഇരുളും പ്രഭയും രാപ്പകലും നാഥനെ വാഴ്ത്തിടുവിൻ. ഇടിയും മിന്നൽ പിണരുകളും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ചെന്ന് പാടിക്കേ. ഇരുളും പ്രഭയും രാപ്പകലും നാഥനെ വാഴ്ത്തിടുവിൻ. ആവേശത്തോടെ പാടിക്കേ. ഇടിയും മിന്നൽ പിണരുകളും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആനന്ദത്തോടെ ആവർത്തിച്ച് സൃഷ്ടികളെ സ്തുതി പാടുവിൻ, സ്വയം നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് ഗാനത്തിന്റെ വരിക പറയുവാണ്, സകല ചരാചരവും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളെ മുന്നിൽ വെച്ച് മനുഷ്യരായ നമ്മൾ കർത്താവിനെ സ്തുതിക്കും. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, തന്റെ ജെറൂസലേമിലേക്കുള്ള പ്രവേശനത്തിന്റെ സമയത്ത് ഇതാ അവിടെയുള്ള ആളുകൾ മുഴുവൻ കർത്താവിന് ഓശാന പാടി സ്തുതിക്കുമ്പോൾ ചില യഹൂദര് അസൂയ നിമിത്തം അവർ വന്നിട്ട് പറയുവാണ്, എന്തേ ഇവരിങ്ങനെ നിന്നെ സ്തുതിക്കുന്നേ, ഇവരോട് മിണ്ടാതിരിക്കാൻ പറയും. മിണ്ടാതിരിക്കാനായിട്ട് പറയുമ്പോൾ എന്താണ് ഈശോ നൽകുന്ന മറുപടി? ഈശോ പറയാണ്, ഇവര് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കല്ലും മണ്ണും പോലും ദൈവത്തെ സ്തുതിക്കാൻ ഇടവരുത്തും. നമ്മൾ മിണ്ടാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണില്ല. ഈ പ്രപഞ്ചത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ ആഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ഓർത്ത് സകല ചരാചരങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചെന്ന് പാടിക്കേ, ആനന്ദത്തോടെ പാടിക്കേ, കർത്താവിനെ സ്തുതിച്ചേ. സകല ചരാചരവും നാഥനെ വാഴ്ത്തിടുവിൻ. കുന്നുകൾ താഴ്വര സമതലവും നിത്യം പാടിക്കേ, പാടിപ്പുകഴ്ത്തിടുവിൻ. പാടി സ്തുതിച്ചേ. ഭൂവും സകല ചരാചരവും നാഥനെ വാഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ പാടി കുന്നുകൾ താഴ്വര സമതലവും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് ഭൂവും സകല ചരാചരവും നാഥനെ വാഴ്ത്തിടുവിൻ. കുന്നുകൾ താഴ്വര സമതലവും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആനന്ദത്തോടെ പാടിക്കേ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഗാനത്തിന്റെ അടുത്ത വരികൾ പ്രകാരം പറയുവാണ്, പക്ഷിമൃഗാദികൾ തരുനിരകൾ നാഥനെ വാഴ്ത്തിടുവിൻ. ഈ സകല പ്രപഞ്ചത്തോടും പറയാ ദൈവത്തെ സ്തുതിക്കണം. ഈ സകല പ്രപഞ്ചത്തിനും വേണ്ടി ദൈവത്തെ മനുഷ്യരായ നമ്മൾ മനുഷ്യ മക്കൾ സ്തുതിക്കണം. കാരണം നമുക്ക് വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ഒരുക്കിയത്. നമുക്ക് വേണ്ടിയാണ് കർത്താവ് പക്ഷിമൃഗാദികളൊക്കെ സൃഷ്ടിച്ചിരിക്കുക. നമുക്കൊക്കെ ഇവയൊന്നും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ശൂന്യമായി പോകുമായിരുന്നു, ഈ പ്രപഞ്ചം അരോചകമായിട്ട് പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി, നമുക്ക് നയനത്തിന് കുളിർമ നൽകാൻ വേണ്ടി മനോഹരമായി ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ കർത്താവിനെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവികളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം, ആനന്ദത്തോടെ സ്തുതിച്ച് ആരാധിക്കാം.
മഹിമകൾ തരുനിരകൾ നാഥനെ വാഴ്ത്തിടുവിൻ. നരകുല ജലപരമഖിലവുമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. പക്ഷിമൃഗാദികൾ തരുനിരകൾ നാഥനെ വാഴ്ത്തിടുവിൻ. നരകുല ജലപദമഖിലവുമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഒന്നിച്ചു പാടിക്കേ, ആനന്ദത്തോടെ പാടിക്കേ. പക്ഷിമൃഗാദികൾ തരുനിരകൾ നാഥനെ വാഴ്ത്തിടുവിൻ. നരകുല ജലപദമഖിലവുമേ നിത്യം പാടി വളരെ പുകഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ ആനന്ദത്തോടെ സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പാടുന്ന കർത്താവിനെ സ്തുതിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിത സാഹചര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഒരു പക്ഷേ നീ താമസിക്കുന്ന ഭവനം, ഈ വാടകയ്ക്കാണെങ്കിൽ പോലും താമസിക്കുന്ന ഭവനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ ചുറ്റുപാടൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നമ്മുടെ കൃഷിഭൂമി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അധ്വാനിക്കുന്ന ഇടങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നാമുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രപഞ്ചത്തിന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് ഈ പ്രപഞ്ചത്തെയോർത്ത് കർത്താവിനെ സ്തുതിച്ചേ. നോക്കിക്കേ, ആദത്തോട് ദൈവം പറഞ്ഞു, നിന്റെ ദൈവാരാധന ഇല്ലായ്മ, നിന്റെ പാപം അത് നിന്റെ പ്രപഞ്ചത്തെ ബാധിക്കുന്നു. ഇതാ പുറപ്പാടിന്റെ പുസ്തകത്തിൽ വചനം പറയുവാണ്, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിക്കും, ഫലപുഷ്ടി ഉളവാക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ താമസിക്കുന്ന ഇടം, നമ്മുടെ മണ്ണ്, നാം താമസിക്കുന്ന ദേശം, അതിനൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഈ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വിശുദ്ധീകരണം ഉണ്ടാകാൻ, ദൈവത്തിന് ഇടപെടുണ്ടാകാൻ, ദൈവ കൃപയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇന്ന് സന്തോഷത്തോടെ നമ്മുടെ ദേശത്തെ, നമ്മുടെ മണ്ണിനെ, നമ്മുടെ പ്രപഞ്ചത്തെ സമർപ്പിച്ച് ചേർന്ന് പാടിക്കേ. സൃഷ്ടികളെ സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് ആനന്ദത്തോടെ സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ നിറയുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെന്ന് പാടിക്കേ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആവർത്തിച്ച് പാടിക്കേ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ നാഥനെ വാഴ്ത്തിടുവിൻ. അവനെ സ്തുതിച്ചുകൊണ്ട് മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആവർത്തിച്ച് സന്തോഷത്തോടെ സൃഷ്ടികളെ സ്തുതി അവയെ പാടുവിൻ. പ്രപഞ്ചത്തെയോ ദൈവത്തെ നാഥനെ വാഴ്ത്തിടുവിൻ. സർവചരാചരങ്ങളെയും മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി സൂര്യനെ പുകഴ്ത്തിടുവിൻ. ചന്ദ്രനെ ഓർത്ത് സ്തുതിക്കട്ടെ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നദികളെ ഓർത്ത്, നാഥനെ വാഴ്ത്തിടുവിൻ. ജലാശയങ്ങളെ ഓർത്ത്, മഹിമകൾ തിങ്ങും ഇഹപരനെ ഫലവൃക്ഷങ്ങളെ നിത്യം പാടി ഓർത്ത്, പുകഴ്ത്തിടുവിൻ. കർത്താവ് ഒരുക്കിയ സകലത്തിനെയും ഓർത്ത് സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സ്വയം നാഥനെ വാഴ്ത്തിടുവിൻ. നൽകുന്ന പച്ചപ്പിനെ ഓർത്ത്, മഹിമകൾ തിങ്ങും ഇന്ന് നൽകുന്ന മഴയെ ഓർത്ത്, നിത്യം പാടി സൂര്യനെ പുകഴ്ത്തിടുവിൻ. ഉദിപ്പിക്കുന്നതിനെ ഓർത്ത്, സൃഷ്ടികളെ സ്തുതി പാടുവിൻ. രാവിനെ ഓർത്ത്, പകലിനെ ഓർത്ത്, നാഥനെ വാഴ്ത്തിടുവിൻ. സ്വയം മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി ആവേശത്തോടെ പാടിക്കേ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. സ്വയം നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്ന സൃഷ്ടികളോട് ദൈവത്തെ മഹത്വപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഈ സൃഷ്ട പ്രപഞ്ചം തന്നെ അനുഗ്രഹമാക്കി മാറ്റും. അതാണ് ദൈവവചനം നൽകുന്ന സന്ദേശം. ഇത് മനസ്സിൽ നിൽക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പ്രകൃതിയോർത്ത്, നമ്മുടെ ഭവനത്തെയോർത്ത്, മണ്ണിനെയോർത്ത്, നമ്മുടെ ഈ ഭൂമിയോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. അപ്പം എപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നന്ദി പറയാനും പറ്റും. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.